ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. അരി ഗോതമ്പ് ഉപയോഗിക്കാതെ ഉച്ചഭക്ഷണത്തിൽ മെനു എങ്ങനെ പ്ലാൻ ചെയ്യാമെന്നതാണ് ഇന്നത്തെ റെസിപ്പിയിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ലഞ്ച് മെനുവിൽ എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യം സെർവ് ചെയ്യുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണ്. പച്ചപ്പപ്പായ വളരെ ലൈറ്റായിട്ടുള്ള മസാലയിൽ മെഴുക്ക് പുരട്ടി എടുത്തതാണ്. പച്ചപ്പപ്പായയിൽ ധാരാളം വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സവിശേഷത, പച്ചപ്പപ്പായയ്ക്ക് നമ്മുടെ ശരീരത്തിലെ യൂറിക് ആസിഡിൻ്റെ അളവ് നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട്. ഇനി ഇന്നത്തെ മെനുവിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കറി വെച്ച ചിക്കൻ്റെ 2-3 പീസസാണ്. അടുത്തതായി വിളമ്പേണ്ട ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അത് ഉണ്ടാക്കാൻ പോകുന്നതേ ഉള്ളൂ. അത് നമുക്കൊന്ന് തയ്യാറാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കുറച്ച് കടുക് ചേർത്ത് പൊട്ടിക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില ഒന്ന് ഇളക്കി ചൂടാക്കിയതിന് ശേഷം ഒരു വലിയ സവാള കുറച്ച് വലുതാക്കി കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കുക. സവാള ഒന്ന് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഓരോ ദിവസവും പലതരത്തിലുള്ള കറികളാണ് നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. ചോറും ചപ്പാത്തിയും ഒഴിവാക്കിയിരിക്കുകയാണ്. വഴറ്റി കൊടുത്ത് നല്ലതുപോലെ കുക്ക് ചെയ്യാം. സവാളയുടെ നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയ രീതിയിൽ മസാലകൾ ചേർത്താൽ മതിയാകും. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയും മസാലപ്പൊടികളാണ് ചേർക്കുന്നത്. നമ്മൾ ഇത് ചോറിന് വേണ്ടിയല്ല, വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അധികം ഗ്രേവി ഒന്നും ഇല്ലാത്ത ഒരു കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചോറിനാണെങ്കിൽ നമുക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള കറിയായിട്ട് വെക്കാം. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് വേവിച്ച കടലയാണ് ഞാൻ ചേർക്കുന്നത്. ഉപ്പിട്ട് വേവിച്ച കടലയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നത് വരെ മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാം. വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോഴേക്കും നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. കടലയൊക്കെ നല്ലതുപോലെ മസാല പിടിച്ചിരിക്കുന്ന പാകത്തിലാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. ഉച്ചക്കത്തെ മെനുവിൽ അല്പം കടലയോ പയറോ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് കുറച്ച് ഉച്ചയ്ക്ക് കഴിക്കുന്നതും വളരെ നല്ലതാണ്. വളരെ ഹെൽത്തിയാണ് അങ്ങനെ തൈര് അല്പം കഴിച്ചാൽ. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർക്കണമെന്ന് നിർബന്ധമുള്ളവർക്ക് ചേർക്കാം, അല്ലെങ്കിൽ ഉപ്പില്ലാതെയും ഇത് വെറുതെ അവസാനം സ്പൂണോട് കോരി കഴിച്ചാൽ മതിയാകും. അപ്പോൾ ഒരു ദിവസത്തെ ഉച്ചക്കത്തെ മെനു ഇതാണ്. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇതുപോലെ നമ്മൾ ഭക്ഷണം ക്രമീകരിക്കുകയാണെങ്കിൽ നമ്മളുടെ ഡയബറ്റീസും കൊളസ്ട്രോളൊക്കെ വളരെ കുറച്ചെടുക്കാൻ സാധിക്കും. വളരെ ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.